ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ നമുക്കിന്നൊരു ചെടീൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു പാക്കിങ്ങാണ്. കുറച്ച് ദിവസം തീരെ വയ്യായിരുന്നു, പല്ലുവേദനയായിട്ട് ഭയങ്കര പ്രയാസത്തിലായിരുന്നു ഞാൻ. എന്തായാലും പല്ലെടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പം എന്താണ് ഇപ്പോൾ പല്ലെടുത്ത് സ്റ്റിച്ചിൻ്റെ ഒരു ചെറിയ പെയിൻ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ആ ഒരു ബുദ്ധിമുട്ടുള്ള വേദന ഇപ്പം ഇല്ല. അപ്പോൾ ഈ 2-3 അഗ്ലോണിമ അതേപോലെ ഒരു ബ്രൈഡൽ ബൊക്കേൻ്റെ കട്ടിങ് ഞാൻ വെച്ച് കൊടുത്താണ്. അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തൈകളില്ലാത്തതിനെ കൊണ്ട് ഞാൻ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ മണിക്കൊന്ന നല്ലോണം പൂട്ടിട്ടുണ്ട്. മണിക്കൊന്ന എന്നാണല്ലോ ഇതിൻ്റെ പേര്, മണിക്കൊന്ന തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നിറച്ച് പൂട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയൊരു മരമാണ്, പക്ഷെ നല്ലോണം പൂട്ടിട്ടുണ്ട്. നല്ല എനിക്ക് തോന്നുന്നു ശരിക്കും കാണുന്നതിനൊക്കെ അത്ര ഭംഗി ഫോട്ടോയിൽ തോന്നുന്നില്ല എന്നൊരു ഫീലാവുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ കുറച്ച് തൈകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. കണ്ടോ, എത്രങ്ങാനും പോകുന്നൊരു ചെടിയാണത്, പക്ഷേ നിറച്ച് പൂവുണ്ട്. ഇതൊക്കെ ആദ്യം ഉണ്ടായ പൂവാണ് കേട്ടോ. അന്നേരം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറേ പൂവുണ്ടായിരുന്നില്ല. ഇപ്പോൾ മറ്റേ കൊമ്പിലൊക്കെ പൂവുണ്ടായപ്പോൾ ജസ്റ്റ് ഞാൻ പിന്നെ അത് മാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ച അതിനെക്കൊണ്ട് കട അടച്ചിട്ടുണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റി. മറ്റവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം ഞാൻ പോയിട്ട് ഇന്ന് വേഗം പോയിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ ഒരു വള്ളി ചെടിയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ, കാരണം ഇത് പോവാത്തൊരു ടൈപ്പ് ചെടിയാണ് കേട്ടോ. നിറച്ച് എവിടെ ഒരു ഇത് കിട്ടിയാലും അവിടെയൊക്കെ കയറുന്ന ഒരു പ്ലാന്റാണ്. പക്ഷെ പൂവ് നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ റോഡിൻ്റെ പുറത്തോട്ടേക്ക് അങ്ങനെ വള്ളി എടുത്തിട്ട് അങ്ങനെ വളർത്തുക ചെയ്ത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആർക്കും ഡിസ്റ്റർബിങ് ഇല്ലല്ലോ. നല്ല പൊടിയുണ്ട് ടൈമിലൊക്കെ, നനക്കാനും കഴിയില്ല. റോഡ് സൈഡ് അതിനെക്കൊണ്ട് നനച്ചാൽ ആൾക്കാരെ മേലാവുന്ന വെച്ചിട്ട് നനയ്ക്കില്ല. പിന്നെ അപ്പോൾ ഇത് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് തൈ ഉണ്ടോയെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ കുറേ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത്. കാരണം അത് ഞാൻ ശേഷം ആണ് വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൂളയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പൂളൊക്കെ എന്താ പറയുക എനിക്കറിയില്ല, പല സ്ഥലത്തും പല പേരുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് ഇതിന് പൂളാന്നാണ് പറയുക. അപ്പോൾ ഇന്ന് പൂളയും ഉള്ളിച്ചമ്മന്തിയായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് നല്ലതല്ലേ. അപ്പം രാവിലെ പൂളങ്ങൾ ആരെങ്കിലുമൊക്കെ ആക്കലുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ അപൂർവമായിട്ട് ഞാനും പൂളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആക്കലുണ്ട് കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ. പിന്നെ ഈ ഒരു പയറും കൂടെ ഞാൻ ക്ലീനാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആണ് ബാക്കി പരിപാടികൾ ചെയ്യണം കേട്ടോ. കാരണം ഇത് വെള്ളത്തിട്ടൊക്കെ കഴിഞ്ഞാൽ അതിലുള്ള അച്ചയ്ക്ക് വേഗം കഴുകിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലുള്ളതൊന്നും പോകില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പിന്നെ അത് കഴുകിയിട്ടാണ് പിന്നെ മുറിക്കൽ. എന്നാലും ഫുള്ളായിട്ട് പോയിട്ടല്ല, എന്നാലും നമ്മൾ സമാധാനത്തിനല്ലേ, ഞാനെൻ്റെ സമാധാനത്തിന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് ചുവന്നുള്ളിൻ്റെ ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ പൂളയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ഒരു ചമ്മന്തിയാണ് ഇഷ്ടം, പൂളയൊക്കെ കൂട്ടാൻ. അപ്പം ഇതിലേക്ക് ഞാനൊരു മുളകും ഈ ചുവന്നുള്ളിയും അതേപോലെ ഒരു ചെറിയൊരു വെല്ലുള്ളിയും കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇത്തിരി സാധനങ്ങൾ ഇട്ടിട്ട് മിക്സിയിൽ അരയ്ക്കാണ്ട് ചെയ്യണം. സാധാരണ ഇത് നമ്മൾ അരിഞ്ഞിട്ട് ചതച്ചാൽ മതി, പക്ഷേ ഞാൻ മിക്സിയിൽ അരക്കുക ചെയ്ത്. നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഈ പറഞ്ഞ ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഞാനൊരു എളുപ്പത്തിന് മിക്സിയിലൊന്നും അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.